ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. രാവിലെ തന്നെ കുഞ്ഞിനെ ഉറക്കം തെളിഞ്ഞ് എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ചുറക്കിയായിരുന്നേ. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ കുഞ്ഞിനെ എഴുന്നേറ്റു. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പിന്നെ ഒരു പഴവും പിന്നെ അവന് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി ഒരു ബിസ്ക്കറ്റും എടുക്കുന്നുണ്ട്. പഴം കഴിക്കുമെന്ന് അറിയത്തില്ല, കാരണം പുഴുങ്ങിയതാണ് അവന് ഇഷ്ടമേ. പിന്നെ പൊളിച്ച് വായ വെച്ച് കൊടുത്തപ്പോഴത്തേനും കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബിസ്ക്കറ്റ് ഞാൻ കൊടുത്തേ. ബിസ്ക്കറ്റ് കൊടുത്തപ്പോഴത്തേന് ഒന്ന് നക്കി അവിടെ ഇരിക്കുമായിരുന്നു എൻ്റെ മടിയിൽ. പഴവും ബിസ്ക്കറ്റും കണ്ടത് എൻ്റെ മടിയിലോട്ട് അങ്ങ് ചാടിക്കയറിയേ. പിന്നെ ഞാൻ പിന്നെ ഒരു കട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതങ്ങ് കുടിച്ചേ. കാരണം രാവിലെ കാപ്പി കുടിച്ചായിരുന്നു. പിന്നെ 11 മണിയൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് വിശന്നേ. അപ്പോഴത്തേന് പിന്നെ ഒരു കട്ടനെ കുടിച്ചു. പിന്നെ ആ പഴവും ഞാനങ്ങ് കഴിച്ചേ. അതിനുശേഷം മുറ്റത്തോട്ട് ചാടി, കാരണം കുറച്ച് കുഞ്ഞിൻ്റെ നാപ്പീസൊക്കെ ഉണങ്ങാനുണ്ടായിരുന്നേ. തലേദിവസം മഴയായതുകൊണ്ട് പിന്നെ ഉണങ്ങിയില്ലായിരുന്നു. അപ്പോൾ അതങ്ങ് വിരിച്ചിട്ട് നോക്കിയപ്പോഴത്തേന് എൻ്റെ ചെടിയെല്ലാം പൂവിട്ടിട്ടുണ്ടായിരുന്നേ. റെഡ് കളർ പൂവ്, നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് ഇച്ചിരി ചോറ് കഴിച്ചേ. പയറും പിന്നെ മുളക് പൊട്ടിച്ചതും പിന്നെ ചെറുപയർ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നേ. പിന്നെ എന്നിട്ട് ഉച്ചയൊക്കെ അതിന് കുഞ്ഞിന് ഉറങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അടിച്ചെല്ലാം വാരി പെരയ്ക്കാൻ ഒന്ന് വൃത്തിയാക്കിയിട്ടേ. അവന് പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് എഴുന്നേൽക്കത്തുള്ളൂ. പിന്നെ ഞാൻ ഒരു പാൽ ചായ ഇട്ട് കുടിച്ചേ. ഞാൻ നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോഴത്തേന് പിന്നെ ഒരു പാൽ ചായ ഇട്ടങ്ങ് കുടിച്ചു. മുറ്റത്തോട്ട് നോക്കിയപ്പോഴത്തേന് അവിടെയാണ് 2 അണ്ണാനിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും നടക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഞാൻ പിന്നെ കുറച്ച് നേരം നോക്കിയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല അതിൻ്റെ പാലൊക്കെ കാണാൻ നല്ല കട്ടിയുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ. പിന്നെ വൈകുന്നേരത്തിന് കഞ്ഞിയും പയറുമാണ് വെക്കുന്നത്. പിന്നെ ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് കുക്കറിനകത്ത് വേവിക്കാൻ വെച്ചേ. അതിന് ശേഷം പിന്നെ ഞാൻ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ ഡ്രസ്സ് മാറിക്കലാണ് അടുത്ത പരിപാടിയെ. കാരണം ഭയങ്കര പാടാണ്, ഡ്രസ്സ് ഇടാനൊക്കെ ഭയങ്കര മടിയാണേ. പിന്നെ ഒരു വിത്ത് ഡ്രസ്സൊക്കെ ഇടിച്ച് പിന്നെ ഞങ്ങളൊരു ഫോട്ടോ എടുത്തേ. ഫോട്ടോ ഒക്കെ എടുക്കാൻ നേരം ക്യാമറയിലോട്ട് തന്നെ നോക്കിയിരിക്കുമായിരുന്നേ. ഫോട്ടോ ഒക്കെ എടുക്കാൻ നേരം മര്യാദയ്ക്കിരിക്കും, അങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കുകയില്ല. പിന്നെ ഞാൻ വൈകുന്നേരത്തേന് ക്യാരറ്റ് തോരനാണ് വെക്കുന്നത്. ക്യാരറ്റ് ഞാൻ ചോപ്പറിൻ്റെ അകത്താണ് അരിയുന്നതല്ല, അതിൻ്റെ അകത്താണ് റെഡിയാക്കി എടുക്കുന്നത്. കാരണം നല്ല എളുപ്പമുണ്ടായിരുന്നേ. ഇതൊരു 300 രൂപ ചോപ്പറാണ്. അടിപൊളിയായിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കഞ്ഞിയെല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പയറും ആ കൂടെ ഇരുന്ന് വെന്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഞാൻ പിന്നെ ക്യാരറ്റ് പിന്നെ തോരൻ വെക്കാൻ വേണ്ടി അടുപ്പിലോട്ട് വെച്ചേ. പിന്നെ ഒരു 6:30 ആയപ്പോഴത്തേന് വിളക്ക് വെച്ചു. പിന്നെ അപ്പോഴത്തേന് ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു കയറിയേ. കാരണം ആ സമയത്തൊക്കെ എന്നും എപ്പോഴും ചേട്ടായി വരുന്നുണ്ട്. പിന്നെ അത് കഴിയുമ്പോഴത്തേന് പിന്നെ രാത്രി ആയപ്പോഴത്തേന് കഞ്ഞി ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി വിളമ്പാൻ വേണ്ടി തുടങ്ങി. ക്യാരറ്റ് തോരനും പിന്നെ മീൻ വറുത്തത്, പിന്നെ ഞാൻ പപ്പടം കൂടെ വറുത്തിട്ടുണ്ടായിരുന്നേ. അതും കൂട്ടി പിന്നെ കുഞ്ഞിന് ഞാൻ ചേട്ടായും കൂടെ കഞ്ഞി കുടിച്ചേ. അടിപൊളി ടേസ്റ്റായിരുന്നു, നന്നായിരുന്നു കേട്ടോ. നല്ല കഞ്ഞിയായിരുന്നു കേട്ടോ. ഇച്ചിരി ചമ്മന്തി കൂടെ അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.